ദുബായ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ് ദുബായ് കിച്ചൻ്റെ. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ചിക്കൻ പെരട്ടാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സവാള അരിഞ്ഞതാണ്, ഒരു 3 തക്കാളി, വലുതാണെങ്കിൽ ഒരു 2 തക്കാളി മതിയാവും, ഒരു 4 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇവിടെ വറുത്ത് വെച്ചതാണ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറി മസാല, ചിക്കൻ മസാല, വെളിച്ചെണ്ണ, കടുക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് കടുക് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് കടുക് പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ. ഓക്കെ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. ഓക്കെ, അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. കടുക് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയും കരിയാതെ നോക്കണം. ഒരു ചെറിയൊരു കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞിട്ടിരുന്ന സവാളയാണ്, ഒരു 3 സവാളയാണ് എടുത്തിട്ടിരുന്നത്, അത്യാവശ്യം വലിയ സവാളയാണ്. അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതേ വാടിയൊന്നും നോക്കാം. ഈ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പം സവാള നല്ല രീതിക്ക് വഴണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡായി സവാള നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. കാര്യം സവാള നല്ലപോലെ വഴണ്ടില്ലെങ്കിൽ നമുക്കത് ആ ഒരു ഗ്രേവിയും ഇതെല്ലാം കൂടെ നല്ലപോലെ കിട്ടും. സവാള തെളിഞ്ഞ് കാണും. അതിനുശേഷം നമുക്ക് രണ്ടാമത് സവാള നല്ലപോലെ വഴണ്ടതിന് ശേഷം മാത്രം തക്കാളി ഇടുക. ഒരു 3 തക്കാളി ഇടുക. ചെറിയ സൈസ് ആയതുകൊണ്ടാണ് 3 തക്കാളി ഇട്ടത്. തക്കാളി ഇടുക. തക്കാളി ഇട്ടത് നല്ലതുപോലെ ഒന്ന് വഴട്ടാൻ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് എളുപ്പത്തിന് ഇത് ലേശം മതി. അതിനുശേഷം നമുക്ക് ഗ്രേവി ആയതിനു ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് കുറച്ച് ഇതിപ്പോൾ തക്കാളി സവാള ഇതൊന്ന് ഇതാവാൻ വേണ്ടിയാണ്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് തക്കാളിയൊക്കെ നല്ല രീതിക്ക് നല്ല വെന്ത് സവാളയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് പരുവം വേണം, നല്ല കുഴയണം, പെരട്ടല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതിൻ്റെ മസാലകൾ ചേർത്ത് തുടങ്ങാം. നമുക്ക് 1 കിലോ ചിക്കൻ ആണെങ്കിൽ, ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന 1 കിലോ ചിക്കനാണ്. അതിന് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് ഞാൻ വറുത്ത് വെച്ചേക്കുന്നതാണത്. നമുക്ക് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഈ തക്കാളി സവാളയായിട്ടൊന്ന് യോജിക്കും. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒരുമിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, അല്ലെങ്കിൽ മുളക് പൊടിയുടെ ഒരു പച്ച ചെവോ
ഇതെല്ലാം കൂടെ 1 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടി. ഓക്കെ, നമുക്ക് നമ്മളെ മുളക് പൊടിയും മല്ലിപ്പൊടിയും സവാള എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളാണ്. നമ്മൾ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലോട്ട് ചേർക്കാം. ഓക്കെ, ചിക്കൻ ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് ഇതിനെ യോജിപ്പിച്ചിടുക. കാരണം ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇളക്കാൻ പറ്റില്ല, ചിക്കൻ പൊടിഞ്ഞു. ഓക്കെ, വെള്ളമൊന്നും അപ്പോൾ ചേർക്കാതെ നമുക്ക് നല്ല രീതിക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ, ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്ത് മേടിച്ചിരിക്കുന്നത്. ലെഗ് പീസ് മുറിക്കാത്ത ഞാൻ കട്ട് ചെയ്ത് മേടിച്ചിരിക്കുന്നത്. നല്ലതുപോലെ അതിനൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കുക. അതിനുശേഷം നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലതാണ്. ഓക്കെ, ഫ്ലെയിം ശ്രദ്ധിക്കണം. ഫ്ലെയിം നമ്മൾ കുറച്ച്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പയ്യെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ചിക്കൻ അതിൽ നമ്മൾ കുറച്ച് വേവാൻ കണക്കിന് ചിക്കൻ കുറച്ച് ഒരു ചിക്കൻ ചെറുതായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ചിക്കൻ വേവത്തില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഒരുപാട് വെള്ളം ആവരുത്. ചിക്കൻ അതിൽ ഇങ്ങനെ വേവുന്ന രീതിക്കുള്ള വെള്ളം. ഓക്കെ, ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചിക്കൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചിക്കൻ അടച്ചു. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. അതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ അറിയാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് വെള്ളമെന്ന് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്, നല്ല തിള വന്നിട്ടുണ്ട്. അപ്പം തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കി അതിനെ പൊടിക്കാൻ നിൽക്കരുത്. പയ്യെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ചിക്കന് നല്ല തിള വന്നിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ. അപ്പോൾ ആ വെള്ളം നമുക്ക് വറ്റണം. ചിക്കൻ വേഗം ചെയ്യണം, ആ വെള്ളം ഒന്ന് വറ്റണം. വറ്റി വന്നാലേ നമുക്കിത് ചെറുപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് നമുക്ക് ആ ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിൽ നിങ്ങൾ ഓരോരുത്തർ കണക്കനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് നേരത്തെ അതിൽ ഇട്ടിട്ടുണ്ട്. സവാളയിലും തക്കാളിയും കൂടെ വഴറ്റിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി അങ്ങനെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ പൊടിയാതെ നോക്കണം. ഓക്കെ, നമ്മളൊന്ന് ഇളക്കി നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മസാല ചേർക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മസാല നമുക്ക് കുറച്ച് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കാം. അത് കഴിഞ്ഞ് ഞാൻ ലേശം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ലേശം ചേർക്കുന്ന ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നത്. ഗരം മസാലയൊക്കെ നമ്മൾ ആദ്യമേ കുറച്ച് ചേർത്താൽ മതി. കാര്യം ഇത് നമുക്ക് കറി വറ്റി വരുമ്പോഴത്തേക്ക് ചേർക്കാനാണ്. അതിനുശേഷം നമുക്കിതിനൊന്ന് പയ്യെ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് പയ്യെ ഒന്ന് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കറികളെല്ലാം ഇത് ചേർക്കും.
നമ്മൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പൊടിയാതെ നോക്കണം. മസാലകളെല്ലാം നല്ല രീതിയിൽ ഒന്ന് പിടിക്കട്ടെ. നമ്മളാ ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയാകുന്നുണ്ട്. നമുക്ക് വാങ്ങാറൊക്കെ ആയി, അടുപ്പിൽ മാറ്റാറായി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ മസാലകൾ ചേർക്കാനുണ്ട്. ഈ മസാലകൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മണം കിട്ടാനാണ്. നമ്മൾ ആദ്യം ഇട്ടത് ഇറച്ചിയിൽ പിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഗരം മസാല ഇടും. ഗരം മസാല കുറച്ചിട്ടാൽ മതി, നമ്മളൊരു 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഓക്കെ, പുറത്ത് വിടുക. അത് നമ്മൾ ഈ വാങ്ങുമ്പോൾ ഇട്ടാൽ നമുക്കത് നല്ല മണം വരും. അങ്ങനെ കുരുമുളക് വേണ്ട, കാര്യം നമുക്ക് മുളക് പൊടി നമ്മൾ കുറച്ച് ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ള എരിവുണ്ട്. പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നമുക്ക് 1 ടീസ്പൂൺ. ഓക്കെ, ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിതിലൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച്. തിരക്ക് നമുക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. മണം നിൽക്കട്ടെ. ഇപ്പം നമ്മുടെ ചിക്കൻ പെരട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മസാല ഇട്ടിട്ട് 1 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പച്ചമുളക് ഇടാം. പച്ചമുളകും കരിവേപ്പിലയും നമ്മൾ വാങ്ങുന്ന നേരത്ത് മാത്രമേ ഇടാം. വാങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഇടാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക് ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക മണം വരും. ഓക്കെ, അപ്പം നമ്മൾ പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് ഒറ്റ ഇളക്കിളക്കി നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. അത് 1 മിനിറ്റാണ് നമ്മൾ അടച്ചു വെച്ചത്. അപ്പം മൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പെരട്ട് ഏകദേശം നമുക്കിതിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പം നമ്മളെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.